ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായിരുന്നു. ഭിന്നശേഷിക്കാരായ ആളുകളെയും ഒപ്പം കൂട്ടി സുസ്ഥിര വികസനം അതാകണം ഒരു പുരോഗമന നാടിൻ്റെ ലക്ഷ്യം. അതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ട ശേഷം നമുക്ക് അതിഥിയിലേക്ക് വരാം. കാഴ്ചയും കേൾവിയും ഇല്ലാതിരുന്നിട്ടും 24-ാം വയസ്സിൽ സർവകലാശാലയിൽ നിന്ന് ബിരുദം. സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പേരിൽ ആത്മകഥ. വിവിധ വിഷയങ്ങളിൽ 12 പുസ്തകങ്ങളും ഒട്ടേറെ ലേഖനങ്ങളും. അതായിരുന്നു ഹെലൻ കെല്ലർ. ശാസ്ത്രലോകത്തെ പ്രതിഭയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് ബാധിച്ച അദ്ദേഹം തളർന്നിരിക്കുകയായിരുന്നില്ല. 23-ാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. കേംബ്രിഡ്ജ് സർവകലാശാല പ്രതിഭാധനരായ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ലൊക്കേഷൻ പ്രൊഫസർ പദവി നേടിയ 4 പേരിൽ ഒരാളാണ്. ശാരീരിക വൈകല്യങ്ങളെ അതിജീവിച്ച് ലോകത്തിലെ മികച്ച പർവ്വതാരോഹകരിൽ ഒരാളായി മാറിയ ഇന്ത്യക്കാരിയായ അരുണിമ സിൻഹ. 2014 സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടിയ ഇറ സിംഗാൾ. ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിനെ 2012 2020 മത്സരത്തിൽ വിജയത്തിലേക്ക് നയിച്ച ശേഖർ നായിക്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ പേരുകൾ. ശരീരം മാത്രമാണ് ഇവരെ തളർത്തിയത്. മനസ്സിന്, നിശ്ചയദാർഢ്യത്തിന് ഒരു തളർച്ചയുമില്ലെന്ന് ഇവർ തെളിയിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിനം മാത്രമല്ല, എല്ലാ ദിനവും ഭിന്നശേഷിക്കാരുടേത് കൂടിയാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്, അവർക്കായി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ചുമതലയാണ്. ഭിന്നശേഷി ഒരു പോരായ്മയല്ലെന്നും അത് സാധ്യതയായി കണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുമുള്ള പ്രചോദനം നൽകുക കൂടിയാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സാമൂഹിക ജീവിതത്തിൽ ഭിന്നശേഷിയുള്ളവർ നേരിടുന്ന അസമത്വവും വിവേചനവും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്നവരുണ്ട്. ഞങ്ങൾക്കു ശേഷം ഇവരെ ആര് നോക്കുമെന്ന് ആശങ്കപ്പെടുന്ന അച്ഛനമ്മമാരുണ്ട് ഇവിടെ. അവരുടെ ആശങ്കകൾക്ക് പരിഹാരമാകുന്ന നടപടികളിലേക്ക് നീങ്ങാം. 1975 ഐക്യരാഷ്ട്രസഭ ഭിന്നശേഷിക്കാരുടെ അവകാശ പ്രഖ്യാപനം നടത്തി. 1982 ഭിന്നശേഷിക്കാരുടെ വർഷമായി ആഘോഷിച്ചു. 1983 മുതൽ 92 വരെയുള്ള കാലഘട്ടം ഭിന്നശേഷിക്കാരുടെ ദശകമായും ആഘോഷിച്ചു. ഇതിൻ്റെ അവസാനം 1992 എല്ലാ വർഷവും ഡിസംബർ 3 ഭിന്നശേഷി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ആംപ്ലിഫയിങ് ദ ലീഡർഷിപ്പ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഭിന്നശേഷിക്കാരുടെ നേതൃപാഠവും സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വർദ്ധിപ്പിക്കുക. ഇതാണ് ഇത്തവണത്തെ പ്രമേയം. ലോകത്തിലാകെ 100 കോടിയിലേറെ പേർ ഏതെങ്കിലും വിധത്തിൽ ഭിന്നശേഷിക്കാരാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നു. ഇവരൊക്കെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാം. അത് നടപ്പാക്കാം. ഭിന്നശേഷി സൗഹൃദം എന്നത് വാക്കിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാറ്റാം. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.